So, good morning. നമ്മൾ അടുത്ത ഡിസ്കഷനിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, which one of the following is employed as a moderator by Cantu type of slow thermal nuclear reactors? നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ടേഴ്സിനകത്ത് മോഡറേറ്റർ അല്ലെ, മോഡറേറ്ററിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും വരിക? മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസ് അല്ലെ. സ്ലോ ഡൗൺ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇത് പറയുന്നത് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുന്നത് അല്ലെ. സ്ലോ ഡൗൺ ദ ന്യൂട്രോൺസിന് എന്തായിരിക്കും സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിലാണ് നമ്മൾ മോഡറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ന്യൂക്ലിയർ റിയാക്ടർ പലതരത്തിലുണ്ട്. ഒന്നായിരിക്കും വരിക ബോയിലിംഗ് വാട്ടർ റിയാക്ടർ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ഉണ്ട്. ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. പിന്നെ എന്തായിരിക്കും വരിക കാൻടു റിയാക്ടർ ഉണ്ട്. പിന്നെ എന്തായിരിക്കും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉണ്ട്. അപ്പോൾ ഈ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? അവിടുത്തെ മോഡറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും അവിടുത്തെ, അതായത് നമ്മുടെ വാട്ടർ H2O ആയിരിക്കും അവിടുത്തെ മോഡറേറ്റർ എന്ന് പറയുന്നത്. പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ എന്തായിരിക്കും വരിക? വാട്ടർ വിത്ത് പ്രഷർ, അപ്പോൾ H2O വിത്ത് പ്രഷർ ആയിരിക്കും വരിക. കാണ്ടോ ടൈപ്പ് റിയാക്ടർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഡിറ്റോറിയം ആയിരിക്കും, D2O ആയിരിക്കും നമ്മൾ അവിടെ റിയാക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ മോഡറേറ്റർ ആയിട്ട് വരുന്നത് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? ഹെവി വാട്ടർ. കാണ്ടോ ടൈപ്പ് റിയാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഹെവി വാട്ടർ ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ മോഡറേറ്റർ എന്ന് പറയുന്നത്. കാണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ മതി. കാണ്ടു മീൻസ് കനേഡിയൻ ഡിറ്റോറിയം യുറേനിയം എന്ന് വെച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്തത് കാനഡയാണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിക്കുന്ന മോഡറേറ്റർ ആണ്, അതായത് ഡിറ്റോറിയം D2O. യു എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഫ്യൂറാണ്, യുറേനിയം ആണ്. അപ്പോൾ കാണ്ടു റിയാക്ടർ എന്ന് പറയുമ്പോൾ കനേഡിയം ഡിറ്റോറിയം യുറേനിയം എന്ന് ഓർത്ത് വയ്ക്കുക. സോ അത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, പവർ സ്റ്റേഷൻ ഹാസ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 15,000 കിലോവാട്ട്. ആനുവൽ ലോഡ് ഫാക്ടർ ഇസ് 50%. വാട്ട് ഈസ് ദ റിസർവ് കപ്പാസിറ്റി? ഇതിനകത്ത് ഒരു പോയിന്റ് മിസ്സിംഗ് ഉണ്ട്. പ്ലാന്റ് കപ്പാസിറ്റി 0.4 ഉണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്ലാന്റ് കപ്പാസിറ്റി ഈസ് 0.4. പ്ലാന്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 0.4. ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ആണ്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ സ്റ്റേഷൻ ഹാസ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 15,000 കിലോവാട്ട്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും വരിക? മാക്സിമം ഡിമാൻഡ് ഈസ് 15,000 കിലോവാട്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ ആനുവൽ ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.5 അല്ലെ, 50%. ആൻഡ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.4 പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ റിസർവ് കപ്പാസിറ്റി അല്ലെ? റിസർവ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഇവിടെ നമുക്കിവിടെ മാക്സിമം ഡിമാൻഡ് 15,000 തന്നിട്ടുണ്ട്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് റിസർവ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഓക്കെ, ലോഡ്. അപ്പം നമുക്ക് എന്താ വേണം? പ്ലാന്റ് കപ്പാസിറ്റി, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി 0.4 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവറേജ് ലോഡ് കണ്ടുപിടിക്കണം അല്ലെ. ആവറേജ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പൊ ലോഡ് ഫാക്ടർ ഇക്വേഷൻ എന്തായിരിക്കും? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പൊ നമുക്ക് ലോഡ് ഫാക്ടർ 0.5 തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ 0.5 ഇൻറ്റു മാക്സിമം ഡിമാൻഡ് എത്ര? 15,000 തന്നിട്ടുണ്ട്. 15,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എത്ര ആയിരിക്കും? 7,500 ആയിരിക്കും ആവറേജ് ലോഡ്. ആവറേജ് ലോഡ് ഈസ് ഈക്വൽ ടു 7,500 കിട്ടും. നമുക്ക് നോക്കിയപ്പോൾ ഈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്ക് റിസർവ് കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് ആണ്. അത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ആയിരിക്കും വരിക? ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി അല്ലേ.
installed capacity is equal to average load നമുക്ക് കിട്ടി എത്ര ആയിരിക്കും 7500 plant capacity എത്ര ആയിരിക്കും 0.4 that is equal to 7500 divided by 0.4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്ര ആയിരിക്കും വരിക 18715 കിട്ടും 18750 therefore reserve capacity is equal to നമുക്കറിയാതായിരിക്കും വരിക installed capacity 18750 minus maximum demand 15000 വരും therefore answer is 3750 കിലോവാട്ട് ആയിരിക്കും നമുക്ക് ആൻസർ വരിക സോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനുള്ള ഇക്വേഷൻസ് മാത്രമാണ് ഇത് ഒരു ടേബിൾ എടുത്ത് വെച്ചിട്ട് ഇത് റിവൈസ് ചെയ്യുക ഇത് കാണാതെ പഠിക്കാൻ നിൽക്കരുത് ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കരുത് റിവൈസ് ചെയ്യുക ടൈം റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫീഡ് ആവും റിസർവ് കപ്പാസിറ്റി ഓർത്തിരിക്കാനുള്ള ഇക്വേഷൻ റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ് എന്നാണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്തായിരിക്കും വരിക ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് അപ്പം ഈ ഒരു ഇത്രയും ഇക്വേഷൻസ് ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്തത് സോ അതുകൊണ്ട് ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക ഓക്കെ A 7/30 ACSR conductor, why we put the grease? Why we are going to put the grease between steel and aluminum conductor? In order to reduce the corrosion by electrolytic action between zinc and aluminum. If X is the inductive reactance per phase and R is the resistance per phase of a short transmission line, what is the power factor angle of the load for maximum voltage regulation? Maximum voltage regulation the power factor angle എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും വരിക നമുക്ക് x എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇതായിരിക്കും വരിക I2 R02 cos phi2 അല്ലെ മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലസ് വരും ലാഗിംഗ് പവർ ഫാക്ടർ അല്ലെ പ്ലസ് I2 R02 sin phi2 മാക്സിമം റെഗുലേഷന്റെ കണ്ടീഷൻ വാട്ട് ഈസ് പവർ ഫാക്ടർ ആ സമയത്തുള്ള പവർ ഫാക്ടർ അല്ലെ ഡിവൈഡ് ബൈ V2 is equal to 0 ഇതാണ് ഡിവൈഡ് ബൈ V2 is equal to 0 അപ്പോൾ നമുക്ക് മാക്സിമം റെഗുലേഷൻ കണ്ടുപിടിക്കാൻ എന്തായിരിക്കും വരിക d by d5 ഓഫ് ഇതായിരിക്കും മാക്സിമം റെഗുലേഷൻ കണ്ടുപിടിക്കാം ദാറ്റ് ഇക്വൽ ടു 0 ടിക്കറ്റ് ചെയ്യാം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും I2 എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും R02 into cos phi2 എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് sin phi2 വരും മൈനസ് sin phi2 പ്ലസ് x02 x ആണ് കേട്ടോ x02 into sin phi2 ന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും വരിക cos phi2 is equal to 0 അപ്പോൾ ഇതായിരിക്കും വരിക നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് tan phi2 is equal to ഇതായിരിക്കും x02 divided by R02 വരും സോ ഓപ്ഷൻ എന്തായിരിക്കും വരിക ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക the magnetic field at which a superconductor remains in its superconducting state at a temperature less than the transition temperature. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം സൂപ്പർ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഓർത്ത് വയ്ക്കുക സൂപ്പർ കണ്ടക്ടേഴ്സ് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ സൂപ്പർ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുന്ന കാര്യം സൂപ്പർ കണ്ടക്ടർ ഈസ് പെർഫെക്റ്റ്ലി എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ the presence of any applied field the net magnetic field inside the superconductor is 0 രണ്ടാമത്തെ point the presence of an applied field in the presence of applied field the net magnetic field is equal to 0 നമുക്ക് പറയാൻ പറ്റും അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് below some temperature called critical temperature എന്തായിരിക്കും വരിക its resistance becomes R is equal to 0 അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ബിലോയിൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും വരിക റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സപ്പോർട്ടിംഗ് ദ കണ്ടക്ഷൻ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ചോദ്യം നോക്കിയും the magnetic field at which a superconductor remains in the conducting state at a temperature less than the critical field temperature corresponding to the given temperature അല്ലെ critical field corresponding to the given temperature that means ഒരു ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫീൽഡ് ടെമ്പറേച്ചറിനെ ബിലോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക റെസിസ്റ്റൻസ് ഓഫ് ദ സൂപ്പർ കണ്ടക്ടർ ഈസ് 0 then it will behave in the സൂപ്പർ കണ്ടക്ഷൻ സ്റ്റേറ്റ് അപ്പം ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എബോവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സൂപ്പർ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് നോ ലോങ്ങർ 0 ആയിരിക്കും അപ്പൊ എന്ത് ചെയ്യും ഇത് എന്ത് ചെയ്യും
since it is no longer 0, നമുക്ക് എന്ത് പറയാൻ പറ്റും? It doesn't support the conduction നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും the superconductor is in fully conduction state when the resistance is less than a critical എന്തായിരിക്കും? when the resistance is അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും the semiconductor remains in a superconducting state at a temperature less than the critical field temperature, because above the critical field temperature the resistance becomes high. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും below the critical temperature the resistance is 0, so that it is completely supporting the അല്ലെങ്കിൽ completely favoring the conduction നമുക്ക് പറയാൻ പറ്റും. So 44C ആയിരിക്കും നമ്മളുടെ ആൻസർ വരിക. Consider the magnetics, the following statements regarding to magnetic material. ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. Consider the following statements regarding to magnetic materials. Relative permeability of water is 0.99 and relative permeability of oxygen is 1.002. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കാം ഡയാമാഗ്നറ്റ് അല്ലെ വാട്ടർ എന്ന് പറയുന്നതിനകത്ത് കുറെ പോയിന്റ്സ് നമുക്ക് കിട്ടും. ഇതിപ്പം വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? വാട്ടർ ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ? വാട്ടർ ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കണം. വാട്ടർ ഈസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി എന്തായിരിക്കും വരിക? സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ? സ്ലൈറ്റ്ലി ലെസ് ദാൻ 1. പിന്നെ എന്തായിരിക്കും വരിക? ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് എ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ. എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പഠിച്ചിരിക്കുക. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരിക. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരിക. പിന്നെ നോക്കിയേ രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഫെറി മാഗ്നറ്റിക് ഹാസ് നോ എഡി കറന്റ് ലോസ്. അടുത്ത മൂന്നാമത്തെ നോക്കിയ പെർമലോയ് ആൻഡ് അൽനിക്കോ ആർ 2 എക്സാമ്പിൾസ് ഓഫ് ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പൊ അത് ശരിയാണ്. The magnetism and applied electric field in ferromagnetic materials are relatively non-linear. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം which of the following, consider the following statement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരി കറക്റ്റ് ആണ്, തേർഡും ഫോർത്തും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ വരുന്നത് 1, 3 and 4 ആണ്. അപ്പൊ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഹാസ് നോ എഡി കറന്റ് ലോസ്. അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് ഈസ് ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. സോ സ്റ്റേറ്റ്മെന്റ് 1, 3, 4 ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഫോർ ദ മെറ്റീരിയൽ ഓഫ് ദ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ. നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദാറ്റ് ട്രാൻസ്ഫോമർ കോർ മെറ്റീരിയൽ ഷുഡ് ബി ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ കോയേഴ്സിവിറ്റി ആൻഡ് ഹൈ റിട്ടൻറ്റിവിറ്റി. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. സോ ഒരു BH കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് H, ഇത് B കർവ് ആണെങ്കിൽ സ്മോൾ കോയേഴ്സിവിറ്റി അല്ലെ? സ്മോൾ കോയേഴ്സിറ്റി ആയിരിക്കണം, ഹൈ റിട്ടൻറ്റിവിറ്റി ആയിരിക്കണം. അപ്പൊ റിട്ടൻറ്റിവിറ്റി കൂടി കോയേഴ്സിവിറ്റി കുറഞ്ഞു അല്ലെ? ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് the hysteresis loop is narrow and tall. So transformer core materials in the hysteresis loop is narrow and tall. അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക, the transformer core material is characterized by small coercivity and high retentivity എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 40th question. All magnetic materials lose their magnetism when എപ്പോഴായിരിക്കും വരിക? When heated to a high temperature or when heated above Curie temperature അല്ലെ? When heated above Curie temperature എന്തായിരിക്കും വരിക? All magnetic materials lose their magnetism. അപ്പം Curie ടെമ്പറേച്ചറിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ferromagnetic materials will be changed to paramagnetic നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ when the ferromagnetic materials are heated above Curie temperature, the transition will takes place നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഓർത്ത് വയ്ക്കുക, all magnetic materials lose their magnetic properties when heated to high temperature. അഥവാ Curie temperature കാട്ടി above ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതായിരിക്കും the magnetic materials lose their magnetic properties നമുക്ക് പറയാൻ പറ്റും. 49th ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാല് the electrical conductivity of semiconductor increases with increase in temperature. The electrical conductivity of a semiconductor increases with the increase in temperature because അപ്പോൾ നമുക്കറിയാം സെമികണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്തായിരിക്കും? ചാർജ് കാരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് അല്ലെ? ചാർജ് കാരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ചാർജ് കാരിയറിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക?
charge carrier concentration increase ആകുമ്പോഴത്തേക്ക് the electrons are excited from the valence band to conduction band. Electrons are excited from എന്തായിരിക്കും excited from valence band to conduction band. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും the electrical conductivity of a semiconductor with increase in temperature because the carrier concentration is increases. 49 B ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് മെറ്റൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോപ്പർ ഉണ്ട്, സിലിക്കൺ ഉണ്ട്. ഇപ്പൊ കോപ്പർ ഉണ്ട്, സിലിക്കൺ ഉണ്ട്. ഇപ്പൊ കോപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കും. ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ? റെസിസ്റ്റിവിറ്റി ഓഫ് ദ കോപ്പർ ഇൻക്രീസസ്. റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഹാവിംഗ് ദ positive temperature. That means when temperature increases, resistance also increases. Therefore, it is called a positive temperature coefficient of resistance. പറയാൻ പറ്റും. സിലിക്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സിലിക്കൺ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി റെഡ്യൂസസ്. Therefore, എന്തായിരിക്കും വരിക? ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി കുറയും. Therefore, it is having negative temperature coefficient of resistance നമുക്ക് പറയാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്തായിരിക്കും? വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്തായിരിക്കും സംഭവിക്കുന്നത്? കാരിയർ കോൺസെൻട്രേഷൻ അല്ലെ? ചാർജ് കാരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്തായിരിക്കും ഓരോ പോയിന്റ് എടുത്ത് വെക്കുക. ചാർജ് കാരിയർ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. അതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ as temperature increases, the resistance decreases, and as a result it will support the conduction. Okay, points ഒക്കെ ഓർത്ത് വെക്കുക. Which one of the following is not a permanent magnet അല്ലെ? Which one of the following is not a permanent magnetic material? Chromium steel ആയിരിക്കും ആൻസർ വരിക. In metals, resistivity is composed of two parts. One part is the characteristics of the particular substance. The other part is due to ഇതിനകത്ത് രണ്ടും കറക്റ്റ് ആണ്. It is due to applied voltage and crystal imperfections. Both are correct. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇനി ഒരു മെറ്റൽസ് ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് രണ്ട് പാർട്ടിന് ഡിപെൻഡ് ചെയ്തിരിക്കും. വൺ പാർട്ട് is depend upon the particular substance characteristics of the substance, and the second part is depend upon the applied voltage and crystal imperfections. അത് ഓർത്ത് വയ്ക്കുക. The Fermi level in a p-type semiconductor close to, നമുക്കറിയാം ഫെർമി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഹയസ്റ്റ് എനർജി ലെവലിനാണ് നമുക്ക് ഫെർമി ലെവൽ എന്ന് പറയുന്നത് അല്ലെ? ഫെർമി ലെവൽ. അപ്പം ഫെർമി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ്, സോറി ഇത് വാലൻസ് ബാൻഡ് ആണ്. So this is the valence band. And this is the conduction band. അല്ലെ? വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ. അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്കറിയാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡിൽ എന്തായിരിക്കും? ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ നമുക്ക് പറയാൻ പറ്റും ഫെർമി ലെവൽ ഇറ്റ് ഈസ് ലൈസ് ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. എവിടെ ആയിരിക്കും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ. പക്ഷേ എന്തായിരിക്കും ഫെർമി ലെവൽ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയാ? ഫെർമി ലെവൽ ആകുമ്പോഴത്തേക്ക് സോറി പി കണ്ടക്ടർ എന്തായിരിക്കും സംഭവിക്കുക? പി ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതൽ, ഹോൾസ് ആയിരിക്കും കൂടുതൽ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പി ടൈപ്പ് സെമി കണ്ടക്ടർ the Fermi level is lies close to the or top of the valence band അല്ലെ? അപ്പൊ ആ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക. ഫെർമി ലെവലിന്റെ പി ടൈപ്പ് സെമികണ്ടക്ടർ lies close to the top of the valence band. Above Curie temperature, the ferromagnetic materials will behave like a paramagnet. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? Above Curie temperature, the ferromagnetic materials will behave like a paramagnetic materials. Okay, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അൺലോക്ക്. Which one of the following thermistors are essentially semiconductors? That is points ഓർത്ത് വയ്ക്കുക. It is well suited for the measurement of thermistors പറയുമ്പോഴത്തേക്ക് well suited for the temperature, precision measurement of temperature, widely used in low temperature ranges. കറക്റ്റ് ആണ്. Which behaves as a resistors with a high negative temperature coefficient of resistance. So ഓപ്ഷൻ ആണ് the above ആണ്. So ഇതിനകത്ത് ഓപ്ഷൻ സി കറക്റ്റ് പഠിച്ചു വയ്ക്കുക. എന്തായിരിക്കും വരിക? With a high negative temperature coefficient of resistance എന്ന് ഓർത്ത് വയ്ക്കുക. Which one of the following frequency meter is suitable for measuring of audio frequency? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മളുടെ ഇപ്പം 2022 നടന്ന അപെക്സ് സൂപ്പർവൈസറി എക്സാംസിന് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. Which one of the following frequency meter is suitable for the measurement of radio frequency? Radio frequency measurement വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും വരിക ഹെട്രോഡൈൻ ഫ്രീക്വൻസി മീറ്റർ ആയിരിക്കും നമ്മൾ റേഡിയോ ഫ്രീക്വൻസി മെഷർമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് റേഡിയോ ഫ്രീക്വൻസി മെഷർമെന്റ്. ഹെട്രോഡൈൻ ഫ്രീക്വൻസി മീറ്റർ. ഓക്കെ, അടുത്തതായിരിക്കും വരിക നമ്മൾ പവർ ഫ്രീക്വൻസി മെഷർമെന്റ് ഉപയോഗിക്കുന്നതായിരിക്കും വരിക
ഇലക്ട്രിക്കൽ റെസൊണൻസ് ഫ്രീക്വൻസി മീറ്റർ ആയിരിക്കും നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പവർ ഫ്രീക്വൻസി മെഷർമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. പവർ ഫ്രീക്വൻസി മെഷർമെന്റ്. ദെൻ അടുത്തതായിരിക്കും വരിക സാച്ചുറബിൾ കോർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇതായിരിക്കും മെഷർമെന്റ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അല്ലെ. അപ്പം സാച്ചുറബിൾ കോർ ടൈപ്പ് വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി മെഷർമെന്റ് യൂസ് ചെയ്യുന്ന ഒരു മീറ്റർ ആണ്. അതിന് ആ മീറ്റർ യൂസ് ചെയ്യുന്നവരായിരിക്കും ടാക്കോ മീറ്റർ സിസ്റ്റത്തിലായിരിക്കും അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതായിരിക്കും സാച്ചുറബിൾ കോർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. കോർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ ഈസ് യൂസ്ഡ് ഇൻ ടാക്കോമീറ്റേഴ്സ്. അടുത്ത നോക്കിയേ, അടുത്തത് റീഡ് വൈബ്രേറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. റീഡ് വൈബ്രേറ്റർ ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവിടെ ആയിരിക്കും യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് അല്ലെ, ലോ ഫ്രീക്വൻസി മെഷർമെന്റ് ആപ്ലിക്കേഷൻസ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെട്രോഡൈന് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റേഡിയോ ഫ്രീക്വൻസി, റെസൊണൻസ് ഫ്രീക്വൻസി മീറ്റർ ഈസ് യൂസ്ഡ് ഫോർ പവർ ഫ്രീക്വൻസി മെഷർമെന്റ്, സാച്ചുറബിൾ കോർ ടൈപ്പ് ഏതായിരിക്കും വരിക ടാക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്, റീഡ് ടൈപ്പ് ഏതായിരിക്കും വരിക ലോ ഫ്രീക്വൻസി മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന മിനിമം പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, which one of the following digital voltmeters is used suitable to eliminate the effect of periodic noise? അതായിരിക്കും വരിക സെർവോ ടൈപ്പ് ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും. പീരിയോഡിക് നോയ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് നോയ്സിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും സെർവോ ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ആണ്, ഓർത്ത് വയ്ക്കുക. സെവന്റി-ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ ആപ്ലിക്കേഷൻ ആണ്. സ്റ്റിയറ്റൈറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ഫ്രീക്വൻസി ഇൻസുലേറ്റർ ആണ്, ഓർത്ത് വയ്ക്കുക. സ്റ്റിയറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി ഇൻസുലേറ്റർ. ഹൈ ഫ്രീക്വൻസി ഇൻസുലേറ്റർ. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് സിറാമിക് കപ്പാസിറ്റർ. ബേരിയം ടൈറ്റാനേറ്റ് ഇതായിരിക്കും വരിക. ഇറ്റ് ഈസ് പീസോ ഇലക്ട്രിക് ആപ്ലിക്കേഷൻ. ടെഫ്ലോൺ അറിയാലോ. ടെഫ്ലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മെഷീൻ വൈൻഡിങ് അല്ലെ. ടെഫ്ലോൺ മെഷീൻ വൈൻഡിങ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു ചെയ്യുക. കാര്യം കുറെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ്സ് റിവൈസ് ചെയ്യുക. ഓക്കെ, ടെഫ്ലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷീൻ വൈൻഡിങ് ഇൻസുലേഷൻ അല്ലെ. മെഷീൻ വൈൻഡിങ് ഇൻസുലേഷൻ. ഈ പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. A three-phase delta connected symmetrical load consumes P watt. Sorry, option C ആയിരിക്കും ആൻസർ വരിക. Okay, a three-phase delta connected symmetric load consumes a power P watt of some load from a balanced supply. If the same load is connected to in star to the same supply, then what is the power consumption? അപ്പോൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. എന്തായിരിക്കും? The power in delta is equal to 3 times the power in star. Okay, 3 times the power in star. Power in delta connection is equal to 3 times the power in circuit. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡെൽറ്റ ഒരു സിസ്റ്റം ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന പവർ 300 ആണെങ്കിൽ അത് സ്റ്റാർ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 300 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വരും 900 വാട്ട്സ് ആയിരിക്കും വരിക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പവർ ഇൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 3 ടൈംസ് പവർ ഇൻ ഇതായിരിക്കും പവർ ഇൻ സ്റ്റാർ ആയിരിക്കും അല്ലെ. പവർ ഇൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 3 ടൈംസ് പവർ ഇൻ സ്റ്റാർ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും വരിക? A three-phase delta connected symmetrical load consumes P watt of power from a balanced supply. If the same connected if the same load is connected in star, so P star is equal to നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും വരിക. P star is equal to P delta divided by 3. Therefore answer is P by 3 ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. പവർ ഇൻ ഡെൽറ്റ കണക്ഷൻ is equal to 3 times the power in star connection ആണ്. ഇപ്പോൾ നമുക്കോട് ചോദിച്ചിരിക്കുന്നത് അതായിരിക്കും ഡെൽറ്റയുടെ കണക്ഷൻ തന്നിട്ടുണ്ട്, ഡെൽറ്റയുടെ പവർ പി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റാറിന്റെ പവർ ആയിരിക്കും വരിക. ചിലപ്പോൾ പി ഡെൽറ്റ ഡിവൈഡ് ബൈ 3 നമുക്ക് എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ബോർ മാഗ്നറ്റൺ ഇസ് യൂണിറ്റ് ഓഫ് ഇതായിരിക്കും ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റൺ എന്ന് പറയുന്നത്. ബോർ മാഗ്നറ്റൺ ഇസ് യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റോസ്ട്രിക്ഷൻ ഇസ് എ ഫിനോമിന ഓഫ് എന്തായിരിക്കും?
magnetostriction എന്ന് പറയുമ്പോൾ the property of a magnetic material that can change in dimension when subject to magnetic field. അപ്പോൾ magnetostriction എന്ന് പറയുമ്പോഴത്തേക്ക് that is a property of a material, അല്ലെ? It is a property of a magnetic material. It is a property of a magnetic material. That causes the change in dimension. That causes change in dimension. That causes change in dimension when subjected to magnetic field. When subjected to magnetic field. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്തൊരു പോയിന്റ് എടുത്ത് വയ്ക്കുക. This magnetostriction is observed in all ferromagnetic materials. Next point is magnetostriction observed in all ferromagnetic materials. All ferromagnetic materials. അപ്പോൾ magnetostriction is a phenomena of നമുക്ക് പറയാൻ പറ്റും is a phenomena of change in physical dimension of ferromagnetic materials during magnetization. എന്നാണ് നമ്മൾ എന്ന് പറയുന്നത് magnetostriction എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കുക. സൂപ്പർ കണ്ടക്ടിവിറ്റി ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഡിസ്ട്രോയിഡ് ആയിട്ട് എന്തായിരിക്കും വരിക? ഹൈ ടെമ്പറേച്ചർ ഡിസ്ട്രോയിഡ് ആവും, ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ട്രോയിഡ് ആവും, ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഇമ്പ്യൂരിറ്റീസിന് ഡിസ്ട്രോയിഡ് ആവും. സോ നമുക്ക് ആൻസർ ആയിരിക്കും വരിക ഓൾ ദ കേസസ് ആയിരിക്കും നമുക്ക് ആൻസർ എടുത്തത്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഡിസ്ട്രോയിഡ് ഇൻ എബോവ് ഓൾ ദ കേസസ് ആയിരിക്കും വരിക. ഹൈ ടെമ്പറേച്ചർ, ഹൈ മാഗ്നറ്റിക് ഫീൽഡ്, പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, ആ കേസിലുള്ള എന്തായിരിക്കും ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ വിൽ ബി സൂപ്പർ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ വിൽ ബി ഡിസ്ട്രോയിഡ് നമുക്ക് പറയാൻ പറ്റും. Hall effect is used for the measurement of Hall effect is used for the measurement of can be used to find the type option to find the type of semiconductor correct ആണ്, to find the carrier concentration correct ആണ്, to measure the conductivity correct ആണ്. Options all the above വരും. So Hall effect can be used to find the type of semiconductor. P type ആണോ N type semiconductor ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചാർജ്, ആ കണ്ടക്ടറിന്റെ ചാർജ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ഹോൾ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ. A coil of 1000 turns, അപ്പോൾ n is equal to 1000 ഉണ്ട്. A coil of 1000 turns is wound on a core. A current I is equal to 1 amps flowing through the coil creates a flux phi is equal to 1 milliweber. What is energy stored in the magnetic field? Coil അല്ലേ, therefore energy is equal to എന്തായിരിക്കും? Energy is equal to half into Li square ആണ്. നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും വരിക? Li is equal to നമുക്കറിയാം n ഉണ്ട്, I ഉണ്ട്, phi ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ Li is equal to n phi എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ. therefore L is equal to എന്തായിരിക്കും വരിക? n phi divided by I ആണ്. n എത്ര ആയിരിക്കും വരിക? 1000 into phi എത്ര ആയിരിക്കും? 1 milliweber ആണ്. that is 10⁻³ divided by current 1 ആണ്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ L is equal to 1 Henry എന്ന് കിട്ടും. therefore energy is equal to half Li square ആണ്. half into L എത്ര? 1 into current എത്ര? 1 square. therefore half 1/2 joules ആയിരിക്കും എനർജി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. സോ എനർജി സ്റ്റോറേജ് ഈക്വൽ ടു half Li square, that is 1/2 joules നമുക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ടൈപ്പ് ഓഫ് കോയിൽ അല്ലെ, സാൻഡ്വിച്ച് കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും വരിക? സാൻഡ്വിച്ച് വൈൻഡിങ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിലായിരിക്കും നമ്മൾ സാൻഡ്വിച്ച് വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും വരിക? കോ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് വൈൻഡിങ് യൂസ് കോ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് കോൺസെൻട്രേറ്റഡ് ടൈപ്പ് വൈൻഡിങ് ആയിരിക്കും നമ്മൾ കോ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, കോ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. കോ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ കോ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്ന വൈൻഡിങ് കോൺസെൻട്രേറ്റഡ് ടൈപ്പ് വൈൻഡിങ് ആണ്. കോ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ എന്തായിരിക്കും സംഭവിക്കുക? ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിരിക്കും. പിന്നെ എന്തായിരിക്കും വരിക? ഉണ്ടാകുന്ന ലീക്കേജ് ഫ്ലക്സ് കൂടുതലായതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് മോർ മാഗ്നറ്റൈസിങ് കറണ്ട് ആയിരിക്കും. അടുത്ത പോയിന്റ് എന്തായിരിക്കും? കോ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് കോ ടൈപ്പ് ട്രാൻസ്ഫോമർ കൺസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് അല്ലെ, ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന വൈൻഡിങ് എന്തായിരിക്കും വരിക? സാൻഡ്വിച്ച് ടൈപ്പ് വൈൻഡിങ് ആയിരിക്കും ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് അവിടെ എന്തായിരിക്കും വരിക? സാൻഡ്വിച്ച് വൈൻഡിങ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? വൺ അബൌവ് അതർ ആയിരിക്കും വൈൻഡിങ് വെക്കുന്നത്. അപ്പോൾ ലീക്കേജ് ഫ്ലക്സ് കുറവായിരിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മാഗ്നറ്റൈസിങ് കറണ്ട് കുറവായിരിക്കും. നാലാമത്തെ പോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ട്രാൻസ്ഫോമർ അല്ലെ, കൺസ്ട്രക്ഷൻ ഓഫ് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പൊ ഇതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ നേച്ചർ എന്ന് പറയുന്നത്.
പിന്നെ അതായിരിക്കും വരിക ബെറി ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉണ്ട്. ബെറി ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതിനാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ. CTPD കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറി ടൈപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ഓർത്ത് വയ്ക്കാം. ഇവിടെ നമ്മൾ ഇവിടെ ചോദിക്കും കോയിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും വരിക? കോയിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സാൻഡ്വിച്ച് കോയിൽ നമ്മൾ പറഞ്ഞ് എന്തായിരിക്കും വരിക? ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിനായിരിക്കും സാൻഡ്വിച്ച് കോയിൽ വരുന്നത്. പിന്നെ എന്തായിരിക്കും വരിക? ഡിസ്ക് കോയിൽ വരുന്നത് ലോ വോൾട്ടേജ് കോയിൽസ് ഫോർ കറണ്ട്സ് അബവ് 100 amps. So disk coil is used for low voltage coils of current above 100 amps. So sandwich coil ഇത് A വരും അല്ലെ, 4A വരും. പിന്നെ എന്തായിരിക്കും B എന്ന് പറയുന്നത് 1 വരും. പിന്നെ എന്തായിരിക്കും വരിക? ക്രോസ് ഓവർ പറയുമ്പോഴത്തേക്ക് ക്രോസ് ഓവർ കോയിൽസ് ആർ യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് വൈൻഡിങ്സ് ഓഫ് സ്മാൾ ട്രാൻസ്ഫോമർ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ക്രോസ് ഓവർ കോയിൽസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രോസ് ഓവർ കോയിൽസ് ആർ യൂസ്ഡ് ഫോർ എവിടെ ആയിരിക്കും? ഹൈ വോൾട്ടേജ് വൈൻഡിംഗ് ആണ്. ട്രാൻസ്ഫോമറിന്റെ ഹൈ വോൾട്ടേജ് വൈൻഡിംഗ് യൂസ് ചെയ്യുന്നതാണ് ക്രോസ് ഓവർ കോയിൽസ് എന്ന് പറയുന്നത്. അടുത്ത സ്പൈറൽ ടൈപ്പ് കൂളിംഗ് കോയിൽ ഇൻ കോണ്ടാക്ട് ഈച്ച് ടേൺ ഓഫ് ദ വൈൻഡിംഗ്. ഇതാണ് സ്പൈറൽ ടൈപ്പ് D എന്ന് പറയുന്നത്. സ്പൈറൽ ടൈപ്പ് കോയിൽ ഈസ് കൂളിംഗ് കോയിൽ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് ടേൺ ഓഫ് ദ വൈൻഡിംഗ്. സോ ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കാനുള്ള കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഓർത്ത് വെക്കാനുള്ള കാര്യം, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന വൈൻഡിംഗ് ആണ് സാൻഡ്വിച്ച് വൈൻഡിംഗ് ആണ്. ക്രോസ് ഓവർ കോയിൽ ഉപയോഗിക്കുന്നത് എവിടെ ആയിരിക്കും വരിക? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സ്മാൾ ട്രാൻസ്ഫോമറിന്റെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും ഡിസ്ക് കോയിൽ എന്തായിരിക്കും വരിക? ലോ വോൾട്ടേജ് കോയിൽ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് എബവ് 100 amps. സോ ഈ ഒരു കോയിൽ എടുത്ത് വയ്ക്കാം. ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ B ആയിരിക്കും ഓപ്ഷൻസ് വരിക. ഇത്രയും ഈ കാര്യങ്ങൾ ടൈം എടുത്ത് റിവൈസ് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഈ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു ടോപ്പ് പോയിന്റ്സ് ആണ്. മാച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇതൊക്കെ ഇത് നമുക്ക് എന്താണ് നമുക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് അയൺ ലോസ് ആണ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് എന്തായിരിക്കും വരിക? കോപ്പർ ലോസ് ആണ്. ലോഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ലോഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഈ ക്വസ്റ്റ്യനകത്ത് ഒരു പാർട്ട് ഉണ്ട്. ഒരു സെക്കൻഡ്. ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിരിക്കുകയാണ്. കാര്യം അതിനകത്ത് തന്നെ ഇറ്റ്സ് നോട്ട് വാലിഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ടെസ്റ്റിംഗ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇറ്റ്സ് നോട്ട് വാലിഡ്. The armature resistance of a 6-pole lap wound DC machine is 0.05 ohm. ഒരു ലാപ്പ് വൗണ്ട് DC മെഷീന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. എത്രയായിരിക്കും വരിക? 0.005 ohm. If the armature is rewound as a wave winding, what is the armature resistance? അപ്പൊ നമുക്കറിയാം ലാപ്പ് വൈൻഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫോർ എ ലാപ്പ് വൈൻഡിംഗ് നമ്പർ ഓഫ് പാരലൽ പാത്ത് A is equal to P ആണ് അല്ലെ. A is equal to P ഇവിടെ പറയുമ്പോഴത്തേക്ക് എന്താ 6 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ 6 ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ ലാപ്പ് വൈൻഡിങ്ങിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അതായിരിക്കും 0.05. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും 6 പാരലൽ പാത്ത് ഉണ്ടാവും അല്ലെ. 1 2 3 4 5 6. അപ്പം ഇതിന്റെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരിക്കും വരിക? ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. R ടോട്ടൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? 0.05. അപ്പം നമുക്ക് ആ ടോട്ടൽ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് ഇപ്പൊ പാരലായിട്ടുള്ള കണക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരെണ്ണത്തിന്റെ റെസിസ്റ്റൻസ് അല്ലെ, R ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അപ്പം R1 R2 R3 R4 R5 R6. അപ്പം R1ന്റെ വാല്യൂ എന്തായിരിക്കും വരിക? 0. അപ്പം ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ടോട്ടൽ നമുക്ക് 0.05 തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0.05 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.00883 എന്ന് കിട്ടും. അപ്പോൾ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് 0.00883 നമുക്ക് കിട്ടും. ഇനി എന്തായിരിക്കും പറഞ്ഞേക്കുന്നത്? ഇവിടെ ഇഫ് ഇറ്റ് ഈസ് റീവൗണ്ട് ആസ് എ വേവ് വൈൻഡിംഗ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്പർ ഓഫ് പാരലൽ പാത്ത് A is equal to 2 അല്ലേ. നമ്പർ ഓഫ് പാരലൽ പാത്ത് A is equal to 2 അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും 1 2 3 അല്ലെ. ഈ 6 റെസിസ്റ്റൻസ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ടായിട്ട് കണക്ട് ചെയ്യും. ചെയ്യുമ്പോഴത്തേക്ക് എന്താ? ഒന്നിന്റെ എഫക്റ്റീവ് 0.008. അപ്പൊ എന്തായിരിക്കും വരിക? 0.008
വരും. ഇപ്പൊ ഇതായിരിക്കും ഇതൊരു സീരീസ് കോമ്പിനേഷൻ ആവും 0.008 പ്ലസ് 0.008 പ്ലസ് 0.008. അപ്പൊ ഇത് സീരീസ് കോമ്പിനേഷൻ എന്തായിരിക്കും വരിക? ഇത് പാരലൽ കോമ്പിനേഷൻ വരും. വരുമ്പോഴത്തേക്ക് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.45 ഓം ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. In a DC generator, the flat compound characteristics is required for certain applications may be obtained by connecting a variable resistance across the series field. Or connecting a variable resistance across the that means a flat compounding DC generator and flat compounding characteristics obtain by connecting a series field resistance by connecting a variable resistance across the field എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇലക്ട്രോണിക്സിന്റെ ഒരു പാട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. ഒരു ട്രാൻസിസ്റ്ററിന് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു ഫോർ എക്സാമ്പിൾ ഒരു NPN ട്രാൻസിസ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ 2 ജംഗ്ഷൻ ഉണ്ട്, J1 J2 അല്ലെ. ഇത് എമിറ്റർ ആണ്, ഇതെന്തായിരിക്കും, ഇത് ബേസ് ആണ്, ഇത് കളക്ടർ ആണ്. അപ്പോൾ അപ്പം ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ നമ്മൾ നോക്കിയേ. ഇപ്പൊ നമുക്ക് 3 കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ജംഗ്ഷൻ J1 ജംഗ്ഷൻ J2. ജംഗ്ഷൻ J1 ജംഗ്ഷൻ J2 ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ അല്ലെ, J1 J2 ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ സംഭവിക്കുന്നത് ട്രാൻസിസ്റ്റർ വിൽ ബിഹേവ് ലൈക്ക് എ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ക്ലോസ്ഡ് സ്വിച്ച് ആണ്. റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഈസ് സാച്ചുറേഷൻ റീജിയൻ ആണ്. ഇഫ് ജംഗ്ഷൻ J1 ആൻഡ് J2 ആർ റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും, ജംഗ്ഷൻ J1 കണ്ടക്ട് ചെയ്തില്ല, J2 കണ്ടക്ട് ചെയ്തില്ല. therefore ട്രാൻസിസ്റ്റർ വിൽ ബിഹേവ് ലൈക്ക് എ ഓപ്പൺ സ്വിച്ച് എന്ന് പറയും. ആൻഡ് ദ റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഈസ് കാൾഡ് കട്ട് ഓഫ് റീജിയൻ ആണ് അല്ലെ. Then if the collector based junction is emitter based junction is forward biased, അപ്പോൾ ജംഗ്ഷൻ J1 ഫോർവേഡ് ബയാസ്ഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ജംഗ്ഷൻ J1 ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഇൻ ദ ആക്റ്റീവ് റീജിയൻ ആണ്. therefore the transistor will behave like എന്തായിരിക്കും, ബിഹേവ് ലൈക്ക് ആൻ ആംപ്ലിഫയർ നമുക്ക് പറയാൻ പറ്റും. അറ്റ് ദാറ്റ് ടൈം ദ ട്രാൻസിസ്റ്റർ വിൽ ബിഹേവ് ലൈക്ക് എ ആംപ്ലിഫയർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം, ആൻഡ് കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയാസ്ഡ്, ആൻഡ് സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമുക്കൊരു ട്രാൻസിസ്റ്റർ നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷന് ഒരു ആംപ്ലിഫയർ ആയിട്ട് വെക്കുന്ന സമയത്ത് നമ്മളൊരു VCC എന്ന് പറഞ്ഞ പവർ സപ്ലൈ ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പവർ സപ്ലൈയുടെ പ്രസൻസിൽ ഒരിക്കലും ഒരു കളക്ടർ കറണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യരുത്. കാര്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് കളക്ടർ കറണ്ട് കിട്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് പറയാൻ പറ്റും, എന്തായിരിക്കും, ഫോർവേഡ് വോൾട്ടേജ് വേണം അല്ലെ. ഫോർവേഡ് വോൾട്ടേജ് അറ്റ് എമിറ്റർ ബേസ് ജംഗ്ഷൻ, പിന്നെ എന്തായിരിക്കും വരിക, റിവേഴ്സ് വോൾട്ടേജ് അറ്റ് കളക്ടർ ബേസ് ജംഗ്ഷൻ. അടുത്തതായിരിക്കും വരിക സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യാനുള്ള വോൾട്ടേജ്, അതായത് നമ്മൾ VCC കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഡെവലപ്പ് ചെയ്ത്, അത് ട്രാൻസിസ്റ്ററിനെ ബയാസിംഗ് വോൾട്ടേജ് ആണ്. അങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയായി. സോ അതുകൊണ്ട് നമുക്ക് ആ ഔട്ട്പുട്ട് വേണം. നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ സ്ട്രെങ്ത് ഒരു ഷേപ്പ്, ഒരു വേവ് ഫോമിന് ഷേപ്പിനൊന്നും സംഭവിക്കാതെ അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് കിട്ടി ആംപ്ലിഫിക്കേഷൻ ചെയ്താലും മതിയോ നമുക്ക് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ അഥവാ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫയർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു രണ്ട് പോയിന്റ്സ് ഞാനിപ്പോൾ പറയാം. ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ബേസ് എമിറ്റർ ആണ് അല്ലെ. ഇത് ബേസ് ഇതെങ്ങനെ ആയിരിക്കും വരിക, സോ ഇത് ബേസ് ആണ്, ഇത് എമിറ്റർ ആണ്, ഇത് കളക്ടർ ആണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അല്ലെ, ബേസ് എമിറ്ററിന് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. ഔട്ട്പുട്ട് വോൾട്ടേജ് എനിക്ക് എങ്ങനെ ആയിരിക്കും കിട്ടുക, ഔട്ട്പുട്ട് ഈസ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ 180 ഡിഗ്രി ഫേസ് റിവേഴ്സൽ സംഭവിക്കും. ദാറ്റ് മീൻസ് അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇതായിരിക്കും, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഇതായിരിക്കും വരിക 180 ഡിഗ്രി. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. In a common emitter configuration, the phase difference between input signal and the output voltage is ഇതായിരിക്കും വരിക 180 ഡിഗ്രി, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് 180 ഡിഗ്രി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്തായിരിക്കും, കോമൺ ബേസിനും കോമൺ കളക്ടർ ആണെങ്കിൽ എന്തായിരിക്കും വരിക, there is no phase shift between
ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെ. നോ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. പക്ഷേ കോമൺ ബേസും കോമൺ കളക്ടറും ആണെങ്കിൽ there should not be any phase shift between ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. കോമൺ ബേസും കോമൺ കളക്ടറും ആണെങ്കിൽ. ഇനി അടുത്തൊരു പോയിന്റ്, കോമൺ എമിറ്ററും കോമൺ ബേസും കോമൺ കളക്ടറും ആണെങ്കിൽ there is no phase shift in current. There is no phase shift in current അല്ലെ. അപ്പം കറണ്ട് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പം ഈ കറണ്ട് ഒരു നമുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും ആണ്. പക്ഷേ നമ്മളിപ്പം കറണ്ട് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, ഈ 3 കോൺഫിഗറേഷനും ഒരു ഫേസ് ഷിഫ്റ്റും, കറണ്ട് കാര്യത്തിൽ എന്താ ഒരു ഫേസ് ഷിഫ്റ്റും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തു വെക്കാം. സോ ഇത് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കണക്ക് തന്നെ നമ്മൾ ഇലക്ട്രോണിക്സിൽ നമുക്ക് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എമിറ്റർ ഫോളോവർ. എമിറ്റർ ഫോളോവർ എന്ന് പറയുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ബേസിക്കലി എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. എമിറ്റർ ഫോളോവർ ഈസ് ബേസിക്കലി എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ഒരിക്കലും കോമൺ ബേസ്, കോമൺ എമിറ്റർ എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. എമിറ്റർ ഫോളോവർ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസിങ് നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് ആയിരിക്കും എമിറ്റർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും വരിക? അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, എമിറ്റർ ഫോളോവർ എന്തായിരിക്കും? ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ. ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ ഈസ് ബേസിക്കലി എന്തായിരിക്കും വരിക? എമിറ്റർ ഫോളോവർ ആണ്. അപ്പോൾ എമിറ്റർ ഫോളോവർ ആയിട്ട് ഓർത്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ഒരിക്കലും കോമൺ എമിറ്റർ അല്ല, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. ഡാർലിംഗ്ടൺ ആംപ്ലിഫയർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്തായിരിക്കും? എമിറ്റർ ഫോളോവർ നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. നമുക്ക് അടുത്ത കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.